നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു വലിയ നീക്കം വിജയം കണ്ടിരിക്കുകയാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടന ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഇപ്പോൾ അമേരിക്ക വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരവാദിയായിട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് വലിയ ഒരു നയതന്ത്ര വിജയമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതേക്കുറിച്ച് ഇന്ത്യയും പ്രതികരിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഇന്ത്യ US സഹകരണത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ ഇപ്പോൾ ഇന്ത്യ കാണുന്നത്. മാത്രമല്ല US ഈ നീക്കത്തെ ഇന്ത്യ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള ഭീകര സംഘടനയായിട്ട് ഇനി മുതൽ TRFും അറിയപ്പെടും. TRFിനെ ലഷ്കർ ഇ തൈബയുടെ ഒരു പ്രോക്സി ആയിട്ടും US അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പറഞ്ഞത് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ TRF എന്ന് പറയുന്നത് ലഷ്കർ ഇ തൈബയുടെ ഭാഗമാണ്. ഈ ഒരു ഭീകരാക്രമണം നടത്തിയത് TRF ആണ്. ഇത് പാകിസ്ഥാൻ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങൾ US അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് TRFിനെ ലഷ്കർ ഇ തൈബയുടെ ഒരു പുതിയ രൂപമായിട്ട് അമേരിക്ക കാണുന്നതും ഒരു ആഗോള ഭീകര സംഘടനയാണ് എന്ന് US പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇത് നയതന്ത്ര തലത്തിൽ വലിയൊരു നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.